അത് വീഴാന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മുഖം ഒരു ചെറുതായി വിഷമമുണ്ടായി. പക്ഷേ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി, എല്ലാം നന്നായി. നല്ലപടിയായി നടക്കട്ടെ. അനുഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഇരിക്കട്ടെ. അമ്മമാരുടെ അനുഗ്രഹം ഉണ്ട്. സുമംഗലിയാകണം. പ്രാർത്ഥനയുണ്ട് അല്ലേ? പ്രാർത്ഥനയുണ്ട്. നല്ലപോലെ നല്ലതായി ജീവിക്കട്ടെ. പെൺകുട്ടികളല്ലേ, നമുക്കും ഉണ്ടല്ലോ പെൺകുട്ടികൾ. കല്യാണമാണല്ലോ, എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലതാണ്. അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് നല്ല കാര്യം. വളരെ സുരേഷ് സംബന്ധിച്ച് മറ്റുള്ള ജനങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ ഭഗവാന്റെ നടക്കെ തന്നെ വെച്ച് നടത്തുന്നത് ഏറ്റവും നല്ലൊരു കാര്യം. എപ്പോഴും മംഗളമായിട്ട് ഭവിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹമുണ്ട്. മോദിനെയും കാണണം. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, സുരേഷ് സിനിമയിലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ കാണണം നല്ല ആഗ്രഹമുണ്ട്. അതെ. അപ്പൊ കല്യാണം കൂടുന്നുണ്ട്, നിൽക്കണ്ടോ? എന്തായാലും മോൾക്കൊരു അനുഗ്രഹം കൊടുക്കല്ലേ? സുമംഗലിയാകണം. അതെ അല്ലേ? സുരേഷ് ഗോപിനൊക്കെ ഇഷ്ടല്ലേ? സുരേഷ് ഗോപി സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് നല്ല കാണണം എന്നുള്ളതുണ്ട്. ഞങ്ങളുടെ അനുഗ്രഹം പറയാം. സുരേഷ് ഗോപി സാറിനോട് പറഞ്ഞാൽ മതി. ശരി ശരി. അമ്മമാരുടെ അനുഗ്രഹം ഉണ്ട്. നേരിട്ട് കണ്ടാൽ ഞങ്ങൾ വല്ലതും പറയായിരുന്നു. നേരിട്ട് കാണുവാണെങ്കിൽ എന്ത് പറയുമായിരുന്നു അമ്മ? നമ്മുടെ വിഷമങ്ങള് അത്രേ ഉള്ളൂ. നമ്മ പാവങ്ങളാണ്. സുരേഷ് ഗോപി സാറിന്റെ മോളോട് എന്തെങ്കിലും പറയാം? അനുഗ്രഹം നൽകാനുണ്ടോ? എന്താ പേര്? നാളെ കല്യാണമല്ലേ, ഭാഗ്യം. ഭാഗ്യത്തോടെ ഇരിക്കട്ടെ. വലിയ സന്തോഷമല്ലേ മോഡിജി വരുന്നുണ്ട് കാണാന്. മോഡിജിയെ കാണണം. ഞാനിവിടെ താമസിക്കാണ്, ഒരു മാസമായി വന്നിട്ട്. മോദിജിയെ കാണണം. ഓ കാണണം, സന്തോഷം. ഇങ്ങനെ ഒരു പുണ്യസ്ഥാനം ഇത് നടക്കുന്നതല്ലേ, സന്തോഷടാ. ആഗ്രഹമുണ്ടോ കാണണമെന്നൊക്കെ? ഞങ്ങൾ കണ്ടു സുരേഷ് കണ്ടു എവിടെ വെച്ചാണ്ട്? കുറച്ച് മുൻപ് അവിടെ ഉണ്ടായിരുന്നു. ആണോ? കണ്ടു. എല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലി മൊത്തം. ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു? ഫോട്ടോ എടുത്തില്ല, അപ്പൊ തിരക്കാണെന്ന് പറഞ്ഞു. വിശേഷമാണ്, നല്ല തന്നെ. ഗുരുവായൂർ വെച്ച് കല്യാണം കഴിയുന്ന നല്ല കാര്യമാണ്. മോദിജി വരുന്നുണ്ടല്ലോ. അതെ, വരുന്നുണ്ട്. കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഞങ്ങൾ തിരുപ്പൂരിൽ നിന്ന് വന്നതാണ്. അത് കാരണം ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, ഇവിടെ പറ്റില്ലല്ലോ. അത് കാരണം മോൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കാനുണ്ടോ? അനുകൂല മോൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കാനുണ്ടോ? അതെ, അനുഗ്രഹം കൊടുക്കാനൊക്കെ ഉണ്ട്. അവരൊക്കെ നന്നായിരിക്കണം, അവർക്ക് നല്ല വരണം. ഇഷ്ടമാണോ? ആരെ? ഓ, ഇഷ്ടമാണ്. സുരേഷ് ഗോപി സാറിനെ ഇഷ്ടമാണ്. നല്ല സിനിമകളൊക്കെ കാണാറുണ്ടോ? സുരേഷ് ഗോപിന്റെ സിനിമകൾ നല്ല ഇഷ്ടമാണ് കാണാൻ. ആ കുട്ടി നന്നായിരിക്കട്ടെ, നന്നായി വരും. മോദിയൊക്കെ വരുന്നുണ്ടല്ലോ, എല്ലാവരുടെയും അനുഗ്രഹം கிடைക്കട്ടെ. സുരേഷ് ഗോപിനെ കാണാൻ കിട്ടിയില്ല, ഞങ്ങൾ അതിനാണ് വെയിറ്റിങ്ങിലിരിക്കുന്നത്. അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സന്തോഷം. ആ കുട്ടിയും നല്ല അനുഗ്രഹത്തോടെ ഇരിക്കും. സുരേഷ് സാറിന്റെ സിനിമ കാണാറുണ്ടോ? ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഗോപി ഭയങ്കര ഇഷ്ടമാണ്. നിറയെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഫാമിലിയൊക്കെ ഇഷ്ടമാണ്. അതെ, ഭയങ്കര ഇഷ്ടം. മോളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലില്ല, അവളോട് പറയും കല്യാണം നല്ലപടിയായി നടക്കട്ടെ. അനുഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഇരിക്കട്ടെ. അമ്മമാരുടെ എല്ലാ അനുഗ്രഹം. താങ്ക്സ്. പിന്നെ ഞങ്ങൾ കണ്ടു, ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്തു. ഇന്ന് കണ്ടോ? പൂജയ്ക്ക് ഉള്ളിൽ കണ്ടു, ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്തു. പിന്നെ എന്താ പറഞ്ഞ, മാരീഡ് ലൈഫ് നന്നായി ഇരിക്കട്ടെ പറഞ്ഞു. മറ്റേ സിനിമാ നടി ചിപ്പി ഉണ്ടായിരുന്നു, പിന്നെ മേനക ഉണ്ടായിരുന്നു, മേനകയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ വർത്താനം പറഞ്ഞു. അവരും ഇറങ്ങി മേൽശാന്തിയുടെ അടുത്ത് പോയിട്ട് ആദ്യം ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി തൊഴുത് മേൽശാന്തിയുടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി ഉള്ളിൽ കുറച്ച് നേരം അവർ മാത്രമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. ഈശ്വര അവരുടെ ദാമ്പത്യം നല്ല ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയിട്ട് അവർ നീണാൾ വാഴട്ടെ. അതല്ലേ നമുക്ക് പറയേണ്ടത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കല്യാണം കഴിഞ്ഞവരൊക്കെ നല്ല ദീർഘ ദാമ്പത്യം ഉണ്ടാവും എന്നാണ് പറയണത്. ഞാൻ അവരവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇന്നലെ കിരീടമൊക്കെ സമർപ്പിച്ചായിരുന്നല്ലോ, കണ്ടായിരുന്നു? അത് കണ്ടില്ല. കിരീടം സമർപ്പിച്ചത് കണ്ടു. അത് കണ്ടു. അപ്പോൾ ആ കിരീടം പെട്ടെന്ന് വീണില്ലേ, അപ്പോൾ മൂപ്പരുടെ മുഖത്തുണ്ടായ വിഷമം നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ലത് നമ്മളിപ്പോൾ ഏത് ദേവാലയത്തിലെ ഇതായാലും ഭഗവാനായാലും ശരി, നമ്മളെല്ലാം ഒന്ന് എന്നല്ലേ പറയുക. പക്ഷെ അപ്പോൾ നല്ലൊരു കിരീടം ആ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വെച്ച് കൊടുത്തപ്പോൾ അതിൽ നിന്ന് അത് വീഴാന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മുഖം ഒരു ചെറുതായി വിഷമമുണ്ടായി.
പക്ഷേ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നന്നായി, ഒരു തട്ടും തടസ്സമില്ല, എല്ലാം നന്നായി നടക്കും. ഞങ്ങൾക്ക് ഇന്ന് കയ്യിൽ തൊട്ട് തൊഴാൻ സാധിച്ചു. എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. ഇനി മോദിജീനെ ഒന്ന് കാണണമെന്നുണ്ട്, സാധിക്കോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അതാണ് ഒന്നും. സുരേഷനെ കണ്ടാൽ എന്തായാലും ഇഷ്ടമായി. പിന്നെന്താ, സുരേഷ് ഏട്ടനെ കണ്ടു, സുരേഷ് ഏട്ടൻ്റെ ഭാര്യയെ കണ്ടു, മോളെയും ഭാര്യയുടെ അമ്മേനെയും അവരൊക്കെ കണ്ടു. ഭയങ്കര സന്തോഷം. ശരി.